ഹലോ ഫ്രണ്ട്സ്, CSEB സ്റ്റഡി മെറ്റീരിയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 10 ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് എമ്മുമായി റിലേറ്റ് ചെയ്ത ഒരു 10 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഏതൊരു ടോപ്പിക്കും പഠിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റും പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് മുതൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ എത്ര ടഫായ ക്വസ്റ്റ്യൻസ് ആയാലും ബേസ് മുതൽ നമുക്കൊരു വിവരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ബേസ് നന്നായിട്ട് അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാങ്ക് എക്സാമുകളിൽ അതുപോലെ PSC എക്സാമിലൊക്കെ സാധാരണ കോമൺ ആയിട്ട് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു പാറ്റേൺ സ്വീകരിക്കാം. അതായത് നമ്മൾ ബേസ് മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 ക്വസ്റ്റ്യൻസ് ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അത് ബേസ് മുതലാണ്, ബേസിക് ടേംസുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. അങ്ങനെ ഈ 10 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തിയറിയോടൊപ്പം തന്നെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള 10 ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഒരുപാട് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന നിലയിൽ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള 10 ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഹു ഓസ് മണി ടു ദി ബിസിനസ് ഈസ് എ ഡാഷ്. അതായത് ബിസിനസ്സിന് പണം നൽകാനുള്ള വ്യക്തിയെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ടു ദി ബിസിനസ്, ഓസ് മണി ടു ദി ബിസിനസ് എന്നാണ്. അപ്പോൾ ടു ദി ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് പണം നൽകാനുള്ള വ്യക്തിയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡെപ്റ്റർ. അപ്പോൾ ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ നിന്നും കടത്തിന് സാധനങ്ങളോ സേവനങ്ങളോ കൈപ്പറ്റിയവരോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഏതെങ്കിലും ഒരു രീതിയിൽ പണം നൽകാനുള്ളവരോ ആണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് അക്കൗണ്ട് റിസീവബിൾസ് എന്ന്. ഡെപ്റ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് അക്കൗണ്ട് റിസീവബിൾസ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഈസ് എ പേഴ്സൺ ടു ഹൂം ബിസിനസ് ഓസ് മണി. അതായത് ബിസിനസ് പണം നൽകാനുള്ള വ്യക്തിയെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചുള്ളത്. എ പേഴ്സൺ ടു ഹൂം എന്നാണ് ചോദിച്ചുള്ളത്. ടു ഹൂം ബിസിനസ് ഓസ് മണി. അതായത് ടു ഹൂം എന്ന് പറയുമ്പോൾ ബിസിനസ് പണം നൽകാനുള്ള വ്യക്തിയെ പറയുന്ന പേരെന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് ആർക്കെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ അവർ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. ബിസിനസ് ആർക്കെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ അവർ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. ക്രെഡിറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് അക്കൗണ്ട് പേയബിൾസ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിനോട്ട് ഗുഡ്സ് ബ്രോഡ് ഫോർ സെയിൽ. അതായത് വിൽപ്പനയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നതിനെ പറയുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡാഷ് ഡിനോട്ട് ഗുഡ് ബ്രോഡ് ഫോർ സെയിൽ. ആൻസർ എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടി ബിസിനസ് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റിനോ ക്യാഷിനോ സാധനങ്ങൾ വാങ്ങിയാൽ അതിന് പറയുന്ന പേരാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ്, ഗുഡ്സ് റീസെയിലിനാവാം. അപ്പോൾ റീസെയിലിന് വാങ്ങുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന റോ മെറ്റീരിയൽസും ആവാം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെയോ ഒക്കെ ബിസിനസ് വാങ്ങുന്നതിനെ പറയുന്ന പേരാണ് പർച്ചേസ് എന്ന് പറയുന്നത്. എന്തിനാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ്. സാധനങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ബിസിനസ്സിന് സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുഡ്സ്, അതായത് സെയിൽസിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പർച്ചേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തിങ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദ ബിസിനസ് ഫോർ റീസെയിൽ ആർ കോൾഡ് ഡാഷ്. അതായത് ഒന്നുകൂടി ഒന്ന് പറയാം. തിങ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദി ബിസിനസ് ഫോർ റീസെയിൽ ആർ കോൾഡ് ഡാഷ്. അതായത് റീസെയിൽ ചെയ്യാൻ വേണ്ടി, അതായത് വീണ്ടും വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന തിങ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിസിനസ് പറയുന്ന ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് റീസെയിൽസിന് വേണ്ടി വാങ്ങുന്ന തിങ്സിൻ്റെ ബിസിനസ് ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. തിങ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദ ബിസിനസ് ഫോർ റീസെയിൽസ് ആർ കോൾഡ് ഗുഡ്സ്. റീസെയിലിന് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളെ പറയുന്ന ബിസിനസ് ടേമാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ റീസെയിൽ ചെയ്യാൻ വേണ്ടി ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ സാധാരണ ഗുഡ്സ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനറി ഐറ്റം വാങ്ങുന്ന ആളാണെങ്കിൽ അവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെന്ന്, പെൻസിൽ, ബുക്ക് അല്ലേ? കാരണം എന്താ, അദ്ദേഹം ഇത്രയും പെന്ന്, പെൻസിൽ, ബുക്കൊക്കെ ബൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ഗുഡ്സാണ്. എന്തിനാണ് അതൊക്കെ ബൾക്കായിട്ട് വാങ്ങുന്നത്? റീസെയിൽ ചെയ്യാൻ വേണ്ടി അല്ലേ? കസ്റ്റമേഴ്സിന് വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പെന്നും പെൻസിലും ബുക്കൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പെന്നും പെൻസിലും ബുക്കൊക്കെ ആ ബിസിനസ്സിന് എന്താണ്? ഗുഡ്സായിട്ടാണ് മാറുന്നത്. ഇനി നമുക്ക് നോക്കാം, ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഫർണിച്ചർ ഡീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനെ അപേക്ഷിച്ച് എന്താണ് അവിടെ ഗുഡ്സ് എന്ന് പറയുന്നത്? അദ്ദേഹം വാങ്ങുന്ന ടേബിൾസ് ആവാം, ചെയർ പോലുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ ഗുഡ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ചിട്ട് നമ്മുടെ സ്റ്റേഷനറി ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി ഒരു ഫർണിച്ചർ വാങ്ങുകയാണ്. എന്തിനാണത്? ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ റീസെയിലിനല്ല. അപ്പോൾ അതെന്താണ്? ആ ഫർണിച്ചർ അവിടെ എന്തായി മാറുന്നതാണ്? ഒരു ഫിക്സഡ് അസറ്റായി മാറുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇതേ ഫർണിച്ചർ ഒരു ഫർണിച്ചർ ഡീലർ വാങ്ങുന്ന സമയത്ത് അതെന്താണ്? ഒരു ഗുഡ്സായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുഡ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ നാച്ചുറിന് അപ്പോൾ ഈ ഗുഡ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ നാച്ചുറിനനുസരിച്ചിട്ടും ഏത് സാധനമാണ് വിൽക്കുന്നത് എന്ന് അനുസരിച്ചിട്ടുമാണ് നമ്മളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന സാധനം ഗുഡ്സ് ആണോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ആണെന്ന് നമ്മൾ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തിങ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബൈ ദ ബിസിനസ് ഫോർ റീസെയിൽസ് ആർ കോൾഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്വേർഡ് ടു മെയിൻറ്റെയിൻ ദ ബിസിനസ് ഓർ ടു കീപ് ദി അസറ്റ്സ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അതായത് ഏത് ടൈപ്പ് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ വഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ടു മെയിൻറ്റെയിൻ ദ ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ടു കീപ് ദ അസറ്റ്സ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, നമ്മളുടെ ബിസിനസ്സിലെ അസറ്റ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നല്ല സ്മൂത്താക്കി മാറ്റാൻ വേണ്ടിയിട്ടും നമ്മൾ ബിസിനസ്സിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ ഏത് നാച്ചുറലുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ആൻസറായി വരുന്നത് റവന്യൂ എന്നാണ് ആൻസർ. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ കസ്റ്റമേഴ്സിന് വിറ്റ് നേടുന്ന പണത്തിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വരാൻ കാരണം എന്താ? നമ്മൾ ബിസിനസ്സിന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ ബിസിനസ്സിൻ്റെ അസറ്റ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ സ്മൂത്ത് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ റവന്യൂ നേടിയെടുക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസിനെ പറയുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ അസറ്റ്സിൻ്റെ നല്ല വർക്കിംഗ് കണ്ടീഷന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറിനെ പറയുന്നതാണ്. അതായത് ഇതിനൊക്കെ വേണ്ടി നേടിയെടുക്കുന്ന എക്സ്പെൻഡിച്ചറാണ് റവന്യൂ. നാച്ചുറൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം എന്താണ്? നമ്മൾ ബിസിനസ് നല്ല വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നതും അതുപോലെ അസറ്റ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ ഉറപ്പ് വരുത്തുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കൂടുതൽ സെയിൽസ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റെപ്രസെൻറ്റ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ബിസിനസ്. അതായത് ഒന്നുകൂടി വായിക്കാം. ഡാഷ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അതായത് ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഇനി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമോ പണത്തിന് തുല്യമായ വസ്തുക്കളെയോ നമ്മൾ എന്ത് ചെയ്യാം? ക്യാപിറ്റലായിട്ട് കണക്കാക്കാം. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് അസറ്റ് മൈനസ് നെറ്റ് ലയബിലിറ്റി നമ്മൾ ക്യാപിറ്റലായിട്ടാണ് കണക്കാക്കുന്നത്. നെറ്റ് അസറ്റ് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് മൈനസ് നെറ്റ് അസറ്റിൽ നിന്ന് നെറ്റ് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ ഡിഫറൻ്റ് ആയി കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലായിട്ട് കണക്കാക്കാം. അതുപോലെ ക്യാപിറ്റലിന് പറയുന്ന മറ്റൊരു പേരാണ് ഓണേഴ്സ് ക്ലെയിം എഗെയിൻസ്റ്റ് ദി ബിസിനസ്. ഓണേഴ്സ് ക്ലെയിം എഗെയിൻസ്റ്റ് ദ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലാണ്. ഓണേഴ്സ് ക്ലെയിം എഗെയിൻസ്റ്റ് ദ ബിസിനസ് എന്ന് പറയുന്നതും ക്യാപിറ്റലാണ്. അതുപോലെ ക്യാപിറ്റൽ രണ്ട് രീതിയിലുണ്ട്. ഫിക്സഡ് ക്യാപിറ്റലുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ
ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് അസറ്റ് മൈനസ് നെറ്റ് ലയബിലിറ്റി ക്യാപിറ്റലാണ്. അതുപോലെ ഓണേഴ്സ് ക്ലെയിം എഗെയിൻസ്റ്റ് ദ ബിസിനസ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റലിന് രണ്ട് രീതി ക്യാപിറ്റലുണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് എനി ബിസിനസ്. ഇവിടെ വായിക്കാം. ഡാഷ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് എനി ബിസിനസ്. ഏത് ബിസിനസ്സിൻ്റെയും മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ഏതാണെന്നാണ്. ആൻസർ സെയിൽസ് ആണ്. ഏതൊരു ബിസിനസ്സിൻ്റെ അപ്പോൾ സെയിൽസ് ആണ് ഏതൊരു ബിസിനസ്സിനും ഏറ്റവും കൂടുതൽ റവന്യൂ ലഭിക്കുന്നത് ആ ബിസിനസ്സിൻ്റെ സെയിൽസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഡാഷ് ട്രാൻസാക്ഷൻ ഈസ് വൺ wherein items are exchanged for other items. ഇങ്ങോട്ട് വായിക്കാം. എ ഡാഷ് ട്രാൻസാക്ഷൻ ഈസ് വൺ wherein items are exchanged for other items. അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ നൽകുന്ന ട്രാൻസാക്ഷൻസിന് പറയുന്ന പേരെന്താണെന്ന്. അതായത് ഒരു സാധനം വാങ്ങി ക്യാഷിന് പകരം മറ്റൊരു സാധനങ്ങൾ നൽകുന്ന ട്രാൻസാക്ഷന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസറാണ് ബാർട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാർട്ടർ സിസ്റ്റം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. The term dash denote the cost of services and things used for earning revenue. ഒന്നുകൂടി വായിക്കാം. The term dash denote the cost of services and things used for earning revenue. അതായത് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചുള്ളത്. റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിന് വരുന്ന കോസ്റ്റിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസറാണ് എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസ്സിന് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബിസിനസ് വഹിക്കേണ്ടി വരുന്ന കോസ്റ്റിനെ, ടോട്ടൽ കോസ്റ്റിനെ പറയുന്ന പേരാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ ക്രൊണോളജിക്കൽ ഓർഡർ ഈസ് കോൾഡ് ഡാഷ്. അതായത് ബിസിനസ് ട്രാൻസാക്ഷനെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസറാണ് ജേർണലൈസിങ്. അപ്പോൾ ജേർണലൈസിങ് എന്ന് പറയുമ്പോൾ ജേർണലിലേക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ കറക്റ്റായിട്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് ജേർണലൈസിങ്. ജേർണലിലേക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ജേർണലൈസിങ്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായുള്ള 10 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും ബേസിക് ടേംസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ കുറച്ചും കൂടി നെക്സ്റ്റ് വരും ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.